ചക്ക പുഴുക്കിനോട് ഭ്രാന്തുള്ള രണ്ടാൾക്കാരുണ്ട് കേട്ടോ, നിഷേച്ചിയും സൂറേച്ചിയും. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു കഷ്ണം പച്ചച്ചക്ക കിട്ടിയിട്ട് നേരെ കൊണ്ടുപോയി നിഷേച്ചിൻ്റെ വീട്ടിലേക്ക്. രാവിലെ എല്ലാവരും കൂടി ഇരുന്ന് മുറിച്ചിട്ട് നിഷേച്ചി അത് നമുക്ക് പുഴുക്കാക്കി അടിപൊളി പോയി. നമ്മൾ മുറിച്ചിട്ട് സഹായിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നിഷേച്ചി അത് ചെറിയുള്ളിയും തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ച് നല്ല അടിപൊളി പുഴുക്കാക്കി നമ്മളെ മുന്നിൽ കൊണ്ടച്ച് വിളമ്പിത്തരും. ഇന്നും മൂപ്പർ കേടുന്ന ഒരു കഷ്ണം ചക്ക കിട്ടി. അപ്പോൾ അത് പുഴുക്കാക്കേണ്ട പരിപാടിയില്ല നമ്മളെല്ലാവരും കൂടി. എല്ലാവരും ഉള്ളതിനെ കൊണ്ട് തന്നെ വേഗം മുറിച്ചിടലും കുരുകളയിലും സംഭവങ്ങളെല്ലാം വേഗം കഴിയും കേട്ടോ. ഞാൻ മുറിച്ചിരുന്നുണ്ടെങ്കിലും പകുതി എൻ്റെ വായിലേക്കാട്ടോ പോകുന്നത്. അതിപ്പോൾ തേങ്ങ ചെറുകുന്നതാണെങ്കിലും അങ്ങനെ തന്നെ പകുതി എൻ്റെ വായിലേക്കാണ് പോകുക. അതേ അവസ്ഥയാട്ടോ അവിടെ. നിശേച്ചിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒച്ച കേട്ടാൽ അപ്പുറപ്പുറമുള്ളവർക്കെല്ലാം അറിയാം ഇന്ന് ചക്ക പരിപാടി ഉണ്ട്. ഒരു പറയുകയും ചെയ്യും ഇന്ന് ചക്ക കിട്ടിയില്ലേന്ന്. എല്ലാവരും ഉണ്ടാവുമല്ലോ മുറ്റത്ത്. എല്ലാവരും കൂടി ചെയ്യുന്നതുകൊണ്ട് തന്നെ വേഗം ചക്ക മുറിച്ചിടലും പരിപാടിയൊക്കെ വേഗം കഴിയും കേട്ടോ. നിശേച്ചി നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിലൊക്കെ ഇട്ട് അടിപൊളി പുഴുക്കാക്കിയിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുത്തരുകയും ചെയ്യും. കുക്കറിൽ 2-3 വിസിൽ അടിച്ച് അതൊക്കെ വട്ടയിൽ ചെരിഞ്ഞ് ഉടച്ച് സെറ്റാക്കി എടുക്കുമ്പോൾ ഒരു സ്മെല്ല് വരാണ്ട് ആഹാ, വായി നമുക്കിങ്ങനെ വെള്ളം വരും. സൂപ്പറായിരിക്കും കേട്ടോ. എന്നിട്ട് ആ വട്ടയോടെ എടുത്ത് നമ്മൾ കോനായി കൊണ്ടുവച്ച് എല്ലാവരും നിരന്നിരുന്ന് ഇലയിലൊക്കെ ആയി വിളമ്പി അച്ചാറും കൂടി കഴിക്കുക ചെയ്യുക. നമ്മൾ പണ്ടൊക്കെ എല്ലാവരും നിലത്തിരുന്ന് ഇലയിലൊക്കെ വിളമ്പി തിന്നുന്ന ഈ ഒരു പരിപാടി അതേപോലെ തന്നെ കേട്ടോ. നമ്മൾ ഈ ചക്കയൊക്കെ കിട്ടിയാൽ എല്ലാവരും നിലത്തിരുന്ന് ഒരുമിച്ച് തിന്നുക ചെയ്യുക. അങ്ങനെ തിന്നുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റും തന്നെ അല്ലേ. എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് അടിപൊളി വൈബാട്ടോ ഇങ്ങനെയൊക്കെ തിന്നുന്നത്. നമ്മൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ചക്ക കിട്ടുന്ന മുതൽ സ്ഥിരമായിട്ട് തന്നെ നമ്മളെ പരിപാടി. സൂറേച്ച് എല്ലാവർക്കും വിളമ്പി തന്ന് അച്ചാറൊക്കെ കൂട്ടി നല്ല മാങ്ങാച്ചാറുണ്ട്. മാങ്ങാച്ചാറും ചക്കയും അടിപൊളി തന്നെയാണ് കേട്ടോ ഇന്ന്. പണ്ടെല്ലാം ഞാൻ പഴുത്ത ചക്ക മാത്രമേ തിന്നുള്ളൂ. അങ്ങനത്തെ ഇപ്പം ഞാനും ഇവരോട് കൂടി ഒരു ചക്കപ്പുഴുക്കിന് ഭ്രാന്തിയായി എന്നാണ് തോന്നുന്നത്. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്.